ഇക്ബാൽ അറക്കൽ, യുവതിയുടെ മൊഴി ഇപ്പോൾ കൃത്യമായി ഡോക്ടർമാരും സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ്. SIT രാഹുലിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുമോ? പാലക്കാട്ട് തെരച്ചിൽ നടക്കുന്നു. സുജയ, പാലക്കാട് രാഹുലിന് വേണ്ടി വ്യാപകമായിട്ടുള്ള തെരച്ചിൽ തന്നെ നടക്കുന്നുണ്ട്. രാഹുലിന്റെ സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത ബന്ധമുള്ള പാർട്ടി നേതാക്കളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ രാഹുലിനെ അന്വേഷിച്ചിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം കൂടി ഇപ്പോൾ പാലക്കാട്ടേക്ക് എത്തിയിട്ടുള്ളത്. പുലർച്ചെ 2 മണിയോടുകൂടി ഈ പോലീസ് സംഘം പാലക്കാട്ടേക്ക് എത്തുന്നു. അതിനുശേഷം പിന്നീട് 5 മണിയോടുകൂടിയാണ് ആദ്യഘട്ടത്തിൽ ഒരു തെളിവെടുപ്പും പരിശോധനയും നടത്തുന്നത്. ഇപ്പോൾ ഏതായാലും വീണ്ടും ഒരു പരിശോധന നടത്തും ഈ പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി ആയിരിക്കാം ഈ പരിശോധന നടക്കുക. ഏതായാലും ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം, അതുപോലെ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചുള്ള പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരവും രാഹുലിന്റെ 2 വാഹനങ്ങളും ഇപ്പോൾ ഈ ഫ്ളാറ്റിലുണ്ട്. രാഹുൽ താമസിക്കുന്ന ഫ്ളാറ്റാണ്. ഇവിടെയുള്ള ആളുകളുടെ, താമസക്കാരുടെ എല്ലാം അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ ആർക്കും കൊടുക്കാൻ സാധിക്കില്ല. ഏതായാലും രാഹുലിന്റെ വാഹനം ഈ ഫ്ളാറ്റിന് സമീപത്തുണ്ട്. രാഹുലിന്റെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഓഫീസിലുണ്ടായിരുന്ന ഈ വാഹനം, അതുപോലെ തന്നെ രാഹുലിന്റെ ഔദ്യോഗിക വാഹനവും ഇതേ ഫ്ളാറ്റിൽ തന്നെ ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ പുലർച്ചയോടുകൂടി ഇവിടെ ഈ അന്വേഷണ സംഘം എത്തി ഒരു പ്രാഥമികമായി ഒരു തെളിവ് ശേഖരണം നടത്തിയിട്ടുണ്ട്. ഇനി വിശദമായിട്ടുള്ള തെളിവ് ശേഖരണം, പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഈ തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ സംഘം കടക്കുമെന്ന് മനസ്സിലാക്കുന്നു. രാവിലെ 10 മണിയോടുകൂടിയായിരിക്കും ഇത്തരത്തിൽ ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തുക. അതിനുശേഷം പിന്നീട് രാഹുലുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കും. രാഹുൽ മംഗലം, അതുപോലെ തന്നെ നെന്മാറ മേഖലകളിൽ ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഇന്നലെ വ്യാപകമായി പരന്നിരുന്നു. അവിടെയുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് അവിടെയുള്ള ആളുകളുടെ, പ്രധാനമായും രാഹുലിന്റെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളുടെ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ എല്ലാം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചെല്ലാം അന്വേഷണം ഇന്നലെ തന്നെ നടന്നാണ്. മംഗലം ഡാമിലെ വിവിധ ഹോം സ്റ്റേകളിൽ പോലീസ് ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. ഏതായാലും അത്തരത്തിലുള്ള പരിശോധനകളും തിരച്ചിലുകളും ഇന്നും രാഹുലിന് വേണ്ടി നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പരിശോധന പാലക്കാട് വ്യാപിക്കും. പ്രത്യേകിച്ചും ഈ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നെങ്കിൽ രാഹുലിന്റെ മൊബൈൽ ഫോണിന്റെ ഏറ്റവും അവസാനത്തെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന രാഹുലിന്റെ താമസ സ്ഥലമായ ഈ ഫ്ളാറ്റിന് സമീപമാണ്. ഒരുപക്ഷെ ഫോൺ ഇവിടെ ഉപേക്ഷിച്ചതിന് ശേഷം രാഹുൽ എവിടേക്കും ഒളിവിൽ പോയതായിരിക്കാം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ പോലീസിന്റെ അന്വേഷണം വഴിതിരിച്ച് വിടാൻ വേണ്ടി പലതവണ ഈ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ട് പല രീതിയിലുള്ള പദ്ധതികളും രാഹുലും സംഘവും നടത്തുന്നുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളും പോലീസിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. ഏതായാലും വ്യാപകമായിട്ടുള്ള തെരച്ചിൽ രാഹുലിന് വേണ്ടി ഇപ്പോൾ പാലക്കാടും നടക്കുന്നുണ്ട്. ഓക്കെ.